പ്രിയ വിദ്യാർത്ഥികളെ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ് അപ്ലിക്കേഷൻസ്. പ്രധാനമായിട്ടും 3 യൂസസ് ആണ് നമ്മൾ പരിചയപ്പെട്ടത്: പേറോൾ അക്കൗണ്ടിങ്, അസറ്റ് അക്കൗണ്ടിങ് ആൻഡ് ലോൺ റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ. ഇതിലെ പേറോൾ അക്കൗണ്ടിങ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്തു. ഇന്ന് ചർച്ച ചെയ്യുന്നത് അസറ്റ് അക്കൗണ്ടിങ്. എന്താണ് അസറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ? ഒരു അസറ്റ് വാങ്ങുന്നത് മുതൽ, ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് മുതൽ അത് ഡിസ്പോസ് ചെയ്യുന്നത് വരെ ആ അസറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാൽക്കുലേഷൻസും, എല്ലാ അക്കൗണ്ടിങ് വർക്കുകളെയും ഒരുമിച്ച് പറയുന്ന പേരാണ് അസറ്റ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ഓഫ് അസറ്റ്സ് കവേഴ്സ് the complete life cycle of an asset. It includes the maintenance of records right from the acquisition of assets till its disposal. ഒരു അസറ്റ് വാങ്ങി അതിൻ്റെ അക്വിസിഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യൽ, എല്ലാ വർഷങ്ങളിലും അതിൻ്റെ അക്കൗണ്ട് തയ്യാറാക്കൽ, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യൽ, ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ആ കംപ്ലീറ്റ് പ്രോസസ്സിനെ പറയുന്ന പേരാണ് അസറ്റ് അക്കൗണ്ടിങ്. The inbuilt functions of LibreOffice Calc makes the asset accounting process more easier. അസറ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു കാൽക്കുലേഷനാണ് കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ. ആ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ലിബ്രെ ഓഫീസ് കാൽക്കിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ചില ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 2 മെത്തേഡുകളുടെ ഫങ്ഷൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ഓർ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡാണ് റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ്. അതിന് വേറെയും പേരുകളുണ്ട്: ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ്, ഡിക്ലൈനിങ് ബാലൻസ് മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ് നോക്കാം. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. Depreciation is calculated based on the original cost of the asset using the following formula. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. എന്തായിരുന്നു അതിൻ്റെ ഇക്വേഷൻ? ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു അക്വിസിഷൻ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഓൾ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ലൈഫ്. എന്താണ് അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഒരു അസറ്റ് വാങ്ങുന്ന സമയത്ത് അതിന് കൊടുക്കേണ്ടി വരുന്ന വില, ദെൻ അതിൻ്റെ ഇൻസ്റ്റലേഷൻ എക്സ്പെൻസുകൾ, അതുപോലെ തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വരെ വരുന്ന മറ്റ് എല്ലാ ചെലവുകളെയും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്വിസിഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ അക്വിസിഷൻ കോസ്റ്റിൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം? സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്യണം. ഇറ്റ് ഈസ് ദ വാല്യൂ വിച്ച് ഈസ് റിയലൈസബിൾ അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. ഒരു മെഷീനറി അതിൻ്റെ ലൈഫ് പീരീഡ് മുഴുവൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഉപയോഗശൂന്യമാകുന്ന സമയത്ത് അത് നമ്മൾ ഒഴിവാക്കും. അത് ഒഴിവാക്കുന്ന സമയത്ത്, അത് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ സ്ക്രാപ്പ് വാല്യൂ, ആ റെസിഡ്വൽ വാല്യൂവിനെയാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അക്വിസിഷൻ കോസ്റ്റിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്ത് എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ലൈഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്താണ് എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ലൈഫ് എന്ന് പറഞ്ഞാൽ? ദ പീരിയഡ് ഫോർ വിച്ച് ദ അസറ്റ് ക്യാൻ ബി എഫക്റ്റീവ്ലി പുട്ട് ടു യൂസ്. ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അത് ഏറ്റവും ഇഫക്റ്റീവായിട്ട് എത്ര വർഷക്കാലാണോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, ആ കാലയളവിനെ പറയുന്ന പേരാണ് എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ലൈഫ്. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാണുന്നതിന് വേണ്ടി ലിബ്രെ ഓഫീസ് കാൽക്കിലുള്ള ഒരു ഇൻബിൽറ്റ് ഫംഗ്ഷനാണ് SLN. അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്: ഇസ് ഈക്വൽ ടു SLN. 3 ആർഗ്യുമെൻറ്റ്സ് ആണ് ഇൻപുട്ട് ചെയ്യേണ്ടത്. ഒന്ന് കോസ്റ്റ് ഓഫ് അസറ്റ്, ദെൻ സാൽവേജ് ആൻഡ് എസ്റ്റിമേറ്റഡ് ലൈഫ്. കോസ്റ്റ് ഇസ് ഈക്വൽ ടു അക്വിസിഷൻ കോസ്റ്റ്, salvage is equal to scrap value and life is equal to total life of an asset. അപ്പോൾ ഈ 3 ആർഗ്യുമെൻറ്റ്സും നമ്മൾ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വർഷവും കാണിക്കേണ്ട ആ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ എത്രയാണ് എന്ന് നമുക്ക് ഈ SLN ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. ഒരു എക്സാമ്പിൾ നോക്കാം. ദ കോസ്റ്റ് ഓഫ് മെഷീനറി ഈസ് ₹10,000 ആൻഡ് ഇൻസ്റ്റലേഷൻ ചാർജ് ₹1,000. ദ സാൽവേജ് വാല്യൂ ആഫ്റ്റർ 5 years ഈസ് ₹2,000. കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ യൂസിങ് SLN ഫംഗ്ഷൻ ഇൻ ലിബ്രെ ഓഫീസ് കാൽക്ക്. അപ്പോൾ 10,000 രൂപയുടെ മെഷീനറിയാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി 1000 രൂപ ചിലവ് വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അക്വിസിഷൻ കോസ്റ്റ് എത്രയാണ്? 11,000 രൂപയാണ് അതിൻ്റെ അക്വിസിഷൻ കോസ്റ്റ് വരുന്നത്. ദെൻ സാൽവേജ് വാല്യൂ 2,000 ആണ്. അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് 5 years ആണ്. എന്തായിരുന്നു സിൻടാക്സ്? SLN
കോസ്റ്റ് സാൽവേജ് ലൈഫ് ഈക്വൽ ടു 11,000 ആണ് കോസ്റ്റ് വരുന്നത്, കോമ സാൽവേജ് വാല്യൂ 2,000, കോമ ദെൻ എസ്റ്റിമേറ്റഡ് ലൈഫ് 5 years. അപ്പോൾ ഇങ്ങനെ ലിബ്രെ ഓഫീസ് കാൽക്കിൽ ഈ ഫംഗ്ഷനിൽ ഇത്രയും ഡാറ്റ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിലുള്ള ഡിപ്രീസിയേഷൻ അത് റിട്ടേൺ ചെയ്യും. പ്രാക്ടിക്കലായിട്ടൊന്ന് ചെയ്തു നോക്കാം. 3 ഫിക്സഡ് അസറ്റുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. മെഷീനറി, ഫർണിച്ചർ, വെഹിക്കിൾസ്. അതിൽ മെഷീനറിക്ക് പർച്ചേസ് കോസ്റ്റ് വരുന്നുണ്ട്, ഇൻസ്റ്റലേഷൻ എക്സ്പെൻസ്, പ്രീ ഓപ്പറേഷൻ എക്സ്പെൻസ്. ഇത്രയും എക്സ്പെൻസുകൾ മെഷീനറിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. ദെൻ ഫർണിച്ചറിന് പർച്ചേസ് കോസ്റ്റ് മാത്രമാണുള്ളത്, വെഹിക്കിൾസിനും പർച്ചേസ് കോസ്റ്റ് മാത്രമാണുള്ളത്. ദെൻ ഓരോ അസറ്റിൻ്റെയും സാൽവേജ് വാല്യൂ, എസ്റ്റിമേറ്റഡ് ലൈഫും തന്നിട്ടുണ്ട്. അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്: ഈക്വൽ ടു SLN കോസ്റ്റ് സാൽവേജ് ലൈഫ്. ഇതിൽ സാൽവേജ് വാല്യൂവും ലൈഫും ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടെത്തേണ്ടത് ഏതാണ്? കോസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കോളം ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഈക്വൽ ടു സം. ഈ 3 സെല്ലിലെ എമൗണ്ടുകൾ ടോട്ടൽ ചെയ്യണം. ഇത് സെലക്ട് ചെയ്ത് കൊടുത്തു, C2 to E2 എൻ്റർ പ്രസ് ചെയ്തു. 6,30,000 ആണ് മെഷീനറിയുടെ കോസ്റ്റ് വരുന്നത്. ദെൻ ഫർണിച്ചറിൻ്റെ കോസ്റ്റ് 1,00,000, വെഹിക്കിൾസിൻ്റെ കോസ്റ്റ് 2,00,000. ഈ ഫംഗ്ഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ആർഗ്യുമെൻസും നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഓരോന്നിൻ്റെയും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: ഈക്വൽ ടു SLN ഇൻ ബ്രാക്കറ്റ് കോസ്റ്റ്, കോമ സാൽവേജ്, കോമ ലൈഫ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം, F2, G2, H2 എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ 56,000 രൂപയാണ് മെഷീനറിയുടെ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ എമൗണ്ട് കിട്ടുന്നത്. ഈ ഫംഗ്ഷൻ താഴേക്ക് കോപ്പി ചെയ്യാം. സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുമ്പോൾ 6,000 രൂപയാണ് ഫർണിച്ചറിൻ്റെ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ, 18,000 രൂപയാണ് വെഹിക്കിൾസിൻ്റെ ഒരു വർഷത്തെ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ വരുന്ന ഡിപ്രീസിയേഷൻ. അപ്പോൾ എങ്ങനെയാണ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ദെൻ രണ്ടാമത്തെ മെത്തേഡാണ് റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ്. It is also called diminishing balance method. This method uses current book value as the base for computing the depreciation. DB function is used for calculating depreciation under this method. ഇപ്പോൾ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ ഒറിജിനൽ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തത്. റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ അതല്ലെങ്കിൽ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ അങ്ങനെയല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓരോ വർഷവും ആ ഫിക്സഡ് അസറ്റിൻ്റെ ബുക്ക് വാല്യൂ എത്രയാണോ ആ ബുക്ക് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ വർഷത്തെ ബുക്ക് വാല്യൂവിൽ നിന്ന് ആദ്യത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് അത് മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വർഷത്തെ ബുക്ക് വാല്യൂ കിട്ടും. ദെൻ ആ രണ്ടാമത്തെ വർഷത്തെ ബുക്ക് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അസറ്റിൻ്റെ വില കുറഞ്ഞു വരും, അതോടൊപ്പം ഡിപ്രീസിയേഷൻ എമൗണ്ടും കുറഞ്ഞു വരും. അപ്പോൾ അതിന് ലിബ്രെ ഓഫീസ് കാൽക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് DB ഫംഗ്ഷൻ. അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്: ഈക്വൽ ടു DB. 5 ആർഗ്യുമെൻറ്റ്സ് വരുന്നുണ്ട്: കോസ്റ്റ്, സാൽവേജ്, ലൈഫ്, പീരിയഡ്, മന്ത്. ഇതിൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അക്വിസിഷൻ കോസ്റ്റ് ആണ്, സാൽവേജ് മീൻസ് സ്ക്രാപ്പ് വാല്യൂ, ലൈഫ് ടോട്ടൽ ലൈഫ് ഓഫ് ആൻ അസെറ്റ്. ഇത് മൂന്നും സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിലും നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്തിരുന്നതാണ്. അതിന് പുറമെ 2 ആർഗ്യുമെൻറ്റ്സ് കൂടി ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിലെ അതല്ലെങ്കിൽ DB ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന സമയത്ത് ഇൻപുട്ട് ചെയ്യണം. അതിലൊന്നാണ് പീരിയഡ്. പീരിയഡ് ഫോർ വിച്ച് ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ്. ഇപ്പോൾ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിലാണെങ്കിൽ എല്ലാ വർഷത്തെയും ഡിപ്രീസിയേഷൻ സെയിം എമൗണ്ട് ആണ് വരുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഓരോ വർഷത്തെ ഡിപ്രീസിയേഷൻ എമൗണ്ടും ഡിഫറൻസ് വരും. അതുകൊണ്ട് ഏത് വർഷത്തെ ഡിപ്രീസിയേഷൻ ആണോ നമുക്ക് അറിയേണ്ടത് ആ വർഷത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പീരിയഡ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്. ദെൻ മന്ത്. നമ്പർ ഓഫ് മന്ത്സ് ഇൻ ദ ഫസ്റ്റ് ഇയർ. ഇറ്റ് ഈസ് റിക്വയർഡ് ഓൺലി ഇഫ് ദ അസറ്റ് ഈസ് പർച്ചേസ്ഡ് ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഇടയിൽ വെച്ചിട്ടാണെങ്കിൽ ആ വർഷത്തെ ഡിപ്രീസിയേഷൻ ഒരു വർഷത്തേക്ക് വരില്ല. എത്ര മാസങ്ങളാണോ ആ അസറ്റ് ആ വർഷം ഉപയോഗിച്ചിട്ടുള്ളത് ആ മാസങ്ങളുടെ എണ്ണം കണ്ടെത്തി അത്രയും മാസത്തേക്കുള്ള ഡിപ്രീസിയേഷൻ മാത്രമാണ് ആദ്യ വർഷം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം വരുന്ന വർഷങ്ങളിലൊക്കെ മുഴുവൻ വർഷത്തേക്കുള്ള ഡിപ്രീസിയേഷൻ വരും. അപ്പോൾ അത് എത്ര മാസമാണ് ആദ്യ വർഷം ഉപയോഗിച്ചത്
എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് മന്ത് എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻ്റ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. എ മെഷീനറി ഈസ് പർച്ചേസ്ഡ് ഓൺ 1st August 2014 ഫോർ ₹40,000 ആൻഡ് ഇൻസ്റ്റലേഷൻ ചാർജസ് ഈസ് ₹2,000. 2014 ആഗസ്റ്റ് 1 ഈ മെഷീനറി വാങ്ങുന്നത്. 40,000 രൂപ അത് പർച്ചേസ് കോസ്റ്റ് വന്നിട്ടുണ്ട്. ദെൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് 2,000 രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയായി? 42,000 ആയി. ദ സാൽവേജ് വാല്യൂ ആഫ്റ്റർ 5 years വിൽ ബി 3,000. അപ്പോൾ 5 വർഷമാണ് അതിൻ്റെ ലൈഫ് പീരീഡ് പറയുന്നത്. 3,000 ആണ് സാൽവേജ് വാല്യൂ ഓർ സ്ക്രാപ്പ് വാല്യൂ. അസർട്ടൈൻ ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഓഫ് 3rd year. 3ാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാരണം ഓരോ വർഷത്തെയും ഡിപ്രീസിയേഷൻ ഡിഫറെൻ്റ് എമൗണ്ടുകളാണ് വരുന്നത്. യൂസിങ് DB ഫംഗ്ഷൻ ഇൻ കാൽക്ക് അസ്യൂമിങ് ദാറ്റ് ദ ബുക്സ് ആർ ക്ലോസ്ഡ് ഓൺ 31st March എവരി ഇയർ. അപ്പോൾ 31st March ഇവരുടെ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നത്. അങ്ങനെ അസ്യൂം ചെയ്ത് ഇവരുടെ 3ാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ എമൗണ്ട് എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ ആദ്യ വർഷം എത്ര മാസം യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തണം. ആഗസ്റ്റ് 1 ഈ അസറ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അടുത്ത വർഷം മാർച്ച് 31 വരെയാണ് ഈ ഫിനാൻഷ്യൽ ഇയർ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 8 മാസക്കാലാണ് ഇതിൻ്റെ ആദ്യ വർഷത്തെ ഉപയോഗം വരുന്നത്. എന്തായിരുന്നു സിൻടാക്സ്? ഇസ് ഈക്വൽ ടു DB കോസ്റ്റ് കോമ സാൽവേജ് കോമ ലൈഫ് കോമ പീരിയഡ് കോമ മന്ത്. കോസ്റ്റ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു. 42,000 ആണ് വരുന്നത്. സാൽവേജ് 3,000, ലൈഫ് 5 years ആണ്. അപ്പോൾ 5 എന്ന് ഇൻപുട്ട് ചെയ്യണം. പീരിയഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏത് വർഷത്തെ ഡിപ്രീസിയേഷൻ ആണ് അറിയേണ്ടത്. 3rd yearലെ ഡിപ്രീസിയേഷൻ ആണ്. അവിടെ 3 എന്ന് ഇൻപുട്ട് ചെയ്യണം. അതുപോലെ മന്ത് എന്ന് പറയുമ്പോൾ ആദ്യ വർഷം എത്ര മാസം ഉപയോഗിച്ചിട്ടുണ്ട്? 8 മാസമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇസ് ഈക്വൽ ടു DB 42,000 കോമ 3,000 കോമ ലൈഫ് 5 ആണ് കോമ 3rd yearലേക്കാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ 8 മാസക്കാലാണ് ആദ്യ വർഷം ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് പ്രാക്ടിക്കലായിട്ടൊന്ന് ചെയ്തു നോക്കാം. 3 ഫിക്സഡ് അസറ്റുകളുടെ ഡീറ്റെയിൽസ് ആണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അവയുടെ പേര്, പർച്ചേസ് ഡേറ്റ്, പർച്ചേസ് കോസ്റ്റ്, ഇൻസ്റ്റലേഷൻ എക്സ്പെൻസ്, സാൽവേജ് വാല്യൂ, ലൈഫ് ഓഫ് ദ അസറ്റ്സ്, പീരിയഡ് ഫോർ വിച്ച് ഡിപ്രീസിയേഷൻ ഈസ് ടു ബി കാൽക്കുലേറ്റഡ്. ഏത് വർഷത്തേക്കുള്ള ഡിപ്രീസിയേഷനാണ് കാണേണ്ടത്. ദെൻ ഈ അസറ്റുകൾ ആദ്യ വർഷം ഉപയോഗിച്ച നമ്പർ ഓഫ് മന്ത്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണ്? ഇസ് ഈക്വൽ ടു DB കോസ്റ്റ് സാൽവേജ് ലൈഫ് പീരിയഡ് മന്ത്. ഇതിൽ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കോളം ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ കോസ്റ്റ്. ആദ്യം ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇസ് ഈക്വൽ ടു സം. ഈ 2 സെല്ലുകളിലെ എമൗണ്ടുകൾ ടോട്ടൽ ചെയ്യണം. C2 to D2 എന്ന് പറയുമ്പോൾ 6,30,000 ആണ് മെഷീനറിയുടെ കോസ്റ്റ് വരുന്നത്. മറ്റ് അസറ്റുകളുടെ കോസ്റ്റ് 1,00,000ഉം 2,00,000. ദെൻ സാൽവേജ് വാല്യൂ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലൈഫ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ദെൻ പീരിയഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് വർഷത്തെ ഡിപ്രീസിയേഷനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 2ാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷനാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ മന്ത്, ഈ അസറ്റ് വാങ്ങിയ വർഷം എത്ര മാസമാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഫംഗ്ഷൻ കൊടുത്തു നോക്കാം. ഈക്വൽ ടു DB in bracket cost കോമ സാൽവേജ് കോമ ലൈഫ് കോമ പീരിയഡ് കോമ മന്ത്. ഇത്രയും ഇൻപുട്ട് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യണം. ഡിപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട് 1,01,697.8. ഇത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് 2 അസറ്റുകളുടെയും 2ാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇനി 1ാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷനാണ് ആവശ്യമുള്ളതെങ്കിൽ ഈ പീരിയഡ് മാറ്റി കൊടുത്താൽ മതി. 1 ആകുമ്പോൾ 1ാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ 1,13,000 വരുന്നുണ്ട്. ദെൻ 5ാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷനാണ് വേണ്ടതെങ്കിൽ 5 എന്ന് കൊടുക്കണം. 10ാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ 10 എന്ന് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10ാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ ഡിസ്പ്ലേ ചെയ്യും. ഓരോ വർഷം കഴിയും തോറും ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 2 പോപ്പുലർ മെത്തേഡ്സ് ആണ്. ഒന്ന് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്, ദെൻ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ്. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ
ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് SLN. അവിടെ 3 ആർഗ്യുമെൻറ്റ്സ് ആണ് ഇൻപുട്ട് ചെയ്യേണ്ടത്. കോസ്റ്റ് ഓഫ് ദ അസറ്റ്, സാൽവേജ് വാല്യൂ ആൻഡ് ലൈഫ് ഓഫ് ദ അസറ്റ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഓർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കാൽക്കിൽ വരുന്ന ഫംഗ്ഷനാണ് DB ഫംഗ്ഷൻ. അവിടെ 5 ആർഗ്യുമെൻറ്റ്സ് ആണ് കൊടുക്കുന്നത്. കോസ്റ്റും സാൽവേജും ലൈഫും അത് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിലും കൊടുത്ത അതേ ആർഗ്യുമെൻറ്റ്സ് തന്നെയാണ്. അതിന് പുറമെ പീരിയഡ് ആൻഡ് മന്ത്, ഈ 2 ആർഗ്യുമെൻറ്റ്സ് കൂടി അഡീഷണൽ ആയിട്ട് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ.